Hi friends, welcome back to my channel. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. യൂഷ്വലി നമ്മളെല്ലാവരും പൂരിയുടെ കൂടെ കഴിക്കുന്ന ബാജി ആയിട്ട് ഉണ്ടാക്കുന്നതിൽ കുറച്ച് സിമിലർ ആണ്. പക്ഷെ ഇത് ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്, പിന്നെ ലുക്കിലും വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിന്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴഞ്ഞു വന്നാൽ അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടണം. അതിലോട്ടേക്ക് ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം കട്ട് ചെയ്തിട്ട് 1 കപ്പോളം വരുന്നുണ്ട്. ഇനി ആ ഉരുളക്കിഴങ്ങ് ആ മസാലയ്ക്കായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ആ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാഷ് ചെയ്യുന്ന സംഭവം വെച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവി ആക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കസൂരി മേത്തി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തിയുടെ ഫ്ലേവറാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. അപ്പൊ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ജീരകത്തിന്റെ ഫ്ലേവറും പിന്നെ കസൂരി മേത്തിയുടെ ഫ്ലേവറാണ് ഈ കറിക്കിന്റെ ഒരു പ്രത്യേകത, ആ ഒരു ടേസ്റ്റ് തരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പൂരിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ശരിക്കും പൂരിയുടെ കൂടെ മാത്രമേ പോളൂ, വേറെ ചപ്പാത്തിയുടെ കൂടെ ഓക്കെയാണ്, എന്നാലും നമ്മുടെ ദോശയുടെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പൂരിയുടെ കൂടെ തന്നെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.